എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC 2024 നടത്തുന്ന LDC LGS പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC ഹാൻഡെക്സിലേക്ക് നടത്തിയ സെയിൽസ്മാൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 151/2017. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ഓപ്ഷൻ സി ആണ് ഉത്തരം, EMS നമ്പൂതിരിപ്പാട്. രണ്ടാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണത്തിനായിട്ടാണ് സവർണജാഥ നടത്തിയത്? ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചരണത്തിനായിട്ടാണ് സവർണജാഥ നടത്തിയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ ആണ് ഉത്തരം, പള്ളിവാസൽ. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം. വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയോദ്യാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇരവികുളം. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക്. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അഗസ്ത്യാർകൂടം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഓപ്ഷൻ സി 9. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആര്യങ്കാവ് ചുരം. 9ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജൈവകൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ജൈവകൃഷി അവലംബിച്ച ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, സിക്കിം. 2016 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2016 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, സി രാധാകൃഷ്ണൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത്. തക്ഷൻ കുന്ന് സ്വരൂപം എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ എ ആണ് ഉത്തരം, UK കുമാരൻ. 13ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. തീൻബഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജാർഖണ്ഡ്. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുക്ക് നിർമ്മാണശാല. ബ്രിട്ടീഷ് സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉരുക്ക് നിർമ്മാണശാല ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ദുർഗാപൂർ. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി. 1961 ഗോവയിലെ സൈനിക പ്രവർത്തന സമയത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രി ഓപ്ഷൻ സി ആണ് ഉത്തരം, VK കൃഷ്ണമേനോൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രധാനമന്ത്രി. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ഓപ്ഷൻ സി ആണ് ഉത്തരം, PR ശ്രീജേഷ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ വയനാടാണ് ശരിയായ ഉത്തരം. ഇവയിൽ ഏതാണ് ഹിമാലയൻ താഴ്വര അല്ലാത്തത്? കുളു, ലൂസായ്, കാംഗ്ര, ഡ്യൂൺ. ഇവയിൽ ഏതാണ് ഹിമാലയൻ താഴ്വര അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലൂസായ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഓപ്ഷൻ എ ആണ് ഉത്തരം, കണ്ട്ല. ഇവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? സമ്മതത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വത്തവകാശം. ഇവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്വത്തവകാശം. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മാഡം ബിക്കാജി കാമ.
പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റാണി ഗൗരി പാർവതിഭായ്. അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത്. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായലാണ് ശരിയായ ഉത്തരം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ചെറായി. താഴെ പറയുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദിയല്ലാത്തത്. താഴെ പറയുന്നവയിൽ കാവേരി നദിയുടെ പോഷക നദിയല്ലാത്തത്. ഓപ്ഷൻ ബി പമ്പ. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏത്? പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം. ഓപ്ഷൻ ബി 1865. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ഡി പയ്യന്നൂരാണ് ശരിയായ ഉത്തരം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 34ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗ്ഗക്കാർ. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗ്ഗക്കാർ. ഓപ്ഷൻ സി സന്താളുകളാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത്. ഓപ്ഷൻ എ കൽക്കത്തയാണ് ശരിയായ ഉത്തരം. അമൃത ഷേർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? അമൃത ഷേർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചിത്രരചന. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദിനബന്ധു മിത്ര. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ. ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരൻ. ഓപ്ഷൻ ബി വാലന്റിയൻ ഷിറോൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വാഞ്ചി അയ്യർ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പോട്ടി ശ്രീരാമലു. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മംഗൾയാൻ. ദേശീയ സമ്മതിദാന ദിനം. ദേശീയ സമ്മതിദാന ദിനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജനുവരി 25. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1942. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ദാദാഭായ് നവറോജി. രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? രാജസ്ഥാനിലെ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മസ്ദൂർ ശക്തി സംഘടൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലോക്പാൽ. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത്. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സുപ്രീം കോടതിയിൽ. ഗ്യാസ് സിലിണ്ടർ സബ്സിഡിക്കുള്ള വരുമാന പരിധി. ഗ്യാസ് സിലിണ്ടർ സബ്സിഡിക്കുള്ള വരുമാന പരിധി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 10 ലക്ഷം. പത്താൻകോട്ട് വ്യോമത്താവളം ഏത് സംസ്ഥാനത്താണ്? പത്താൻകോട്ട് വ്യോമത്താവളം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
പഞ്ചാബ്. 2016 റിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നത്. 2016 റിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നത് ഓപ്ഷൻ സി ആണുത്തരം, സൽമാൻ ഖാൻ. 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നത് സൗരവ് ഗാംഗുലി ആയിരുന്നു. 2020 നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ് കോവിഡ് പ്രതിസന്ധി കാരണം 2021 മാറ്റുകയായിരുന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത ഓപ്ഷൻ സി ആണുത്തരം, കർണം മല്ലേശ്വരി. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആണുത്തരം, 2005. 2017 ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? 2017 ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണുത്തരം, സുരഭി ലക്ഷ്മി. 2023 നൽകിയ 69ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലിയ ഭട്ടും കൃതി സനനുമായിരുന്നു. ആലിയ ഭട്ടിന് ഗംഗൂബായ് കത്തിയവാടിയിലെ പ്രകടനത്തിനും കൃതി സനന് മിമിയിലെ പ്രകടനത്തിനുമാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ്? സെൻറ്റ് ആഞ്ചലോസ് കോട്ട ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആണുത്തരം, കണ്ണൂർ. ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണുത്തരം, ബംഗളൂരു. 58ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഏത് നദിക്കാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഏത് നദിക്കാണ്? ഓപ്ഷൻ ഡി ആണുത്തരം, ഗംഗ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയഗാനം ആദ്യമായി പാടിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് ദേശീയഗാനം ആദ്യമായി പാടിയത്? ഓപ്ഷൻ ഡി ആണുത്തരം, കൽക്കത്ത. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സൂട്ടബിളി. അമ്മു ഹാസ് സ്പെൻഡ് ഹെർ എൻറ്റയർ ലൈഫ് ഡാഷ് കൽക്കട്ട. ഓപ്ഷൻ എ ആണുത്തരം, ഇൻ. ചൂസ് ദ സ്യൂട്ടബിൾ ടാഗ് ക്വസ്റ്റ്യൻ. രേഖ ഈസ് സ്റ്റേയിങ് ഇൻ ദ കോളേജ് ഹോസ്റ്റൽ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ സി ആണുത്തരം, ഈസിൻറ്റ് ഷീ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് എ, എൻ ഓർ ദ. ശോഭ lives with her cousins in dash flat near dash school where she is studying. ഓപ്ഷൻ ഡി ആണുത്തരം, എ, ദ. മനു, what are you doing here? Reema, I am studying for the exams. Manu asked Reema what she dash. Complete it suitably. ഓപ്ഷൻ ബി ആണുത്തരം, was doing there. If he dash earlier, I could meet him. ഓപ്ഷൻ എ ആണുത്തരം, came. Scarcely had I reached the station dash the train left. ഓപ്ഷൻ ഡി ആണുത്തരം, when. Replace the underlined words with the suitable phrasal verb given. Due to heavy snowfall, we were forced to postpone our journey. To postpone, underline word. ഓപ്ഷൻ സി ആണുത്തരം, put off. Sheila takes after her mother. Here takes after means. Take after means ഓപ്ഷൻ സി ആണുത്തരം, resembles. The opposite word for adept is ഓപ്ഷൻ എ ആണുത്തരം, inept. She lost her mother many years. ഓപ്ഷൻ സി ആണുത്തരം, ago. A person who does not take any alcoholic drink. ഓപ്ഷൻ ബി ആണുത്തരം, teetotaler. Wrongly included word in the group of words carpenter, cobbler, leather, plumber, butcher. ഓപ്ഷൻ സി ആണുത്തരം, leather. The American English word for taxi is ഓപ്ഷൻ എ ആണുത്തരം, cab. Choose the correctly spelt word. ഓപ്ഷൻ ബി ആണുത്തരം, car. Choose the correctly spelt word. ഓപ്ഷൻ എ ആണുത്തരം, cab. Choose the correctly spelt word. ഓപ്ഷൻ ബി ആണുത്തരം, car. Choose the correctly spelt word. ഓപ്ഷൻ എ ആണുത്തരം, cab.
ഓപ്ഷൻ സി ആണ് ഉത്തരം. സെപ്പറേറ്റ്. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ പ്രോവർബ് പലതുള്ളി പെരുവെള്ളം ഈസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മെനി എ മിക്കിൾ മേക്സ് എ മക്കിൾ. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മൈ ബ്രദർ വെൻ ടു അമേരിക്ക 2 years ago. Mangoes and oranges dash available in plenty now. Option B ആണ് ഉത്തരം. R. They were building a new house. The passive form of the given sentence is. Option D ആണ് ഉത്തരം. A new house was being built by them. Fill in the blanks with the correct form of the verb in the bracket. Her father dislikes dash use within brackets jeans. Option D ആണ് ഉത്തരം. യൂസിങ്. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 2, 10, 30, 68 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 130. 4/9, 6/11, 7/13 എന്നീ ഭിന്നസംഖ്യകളിൽ വലുത് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6/11. 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ക്ലാസ് ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ കുട്ടികളുടെ ശരാശരി വയസ്സ് 1 കൂടി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 43. ഒരു ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 100 പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ അതേ ആരമുള്ള അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 75 പൈ. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാണ്. ഇപ്പോൾ അജയൻ്റെ പ്രായം എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 19. 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 2/2 ഹോൾ സ്ക്വയറിൻ്റെ വില എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 8/1/2. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 3 മീറ്റർ ഉയരവുമുള്ള ഒരു മുറിയിൽ വയ്ക്കാവുന്ന ഏറ്റവും വലിയ കമ്പിൻ്റെ നീളം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 5√2 മീറ്റർ. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഡാഷ് 1 - 1/9ൻ്റെ വില എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1/9. ഒരു സംഖ്യയുടെ 10% വർദ്ധിച്ചപ്പോൾ സംഖ്യ 55 ആയാൽ 12% വർദ്ധിക്കുമ്പോൾ സംഖ്യ എത്രയാകും? ഓപ്ഷൻ സി ആണ് ഉത്തരം. 56. ഒരു സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 5:4 ആണ്. ആൺകുട്ടികളുടെ എണ്ണം 900 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 720. നവംബർ 1 തിങ്കളാഴ്ച ആയാൽ ഡിസംബർ 25 ഏത് ദിവസമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശനി. 75 മീറ്റർ നീളമുള്ള തീവണ്ടി 3 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നുപോകുന്നു. തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആയിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 90 km/മണിക്കൂർ. ക്ലോക്കിലെ സമയം 8:20 ആണ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയമേത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3:40. അപ്പു ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 7ാമതാണ്. ക്യൂവിലാകെ 25 പേരുണ്ടെങ്കിൽ അപ്പു പിന്നിൽ നിന്ന് എത്രാമത്തെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 19. AB = 2ഉം CD = 12ഉം ആയാൽ GH എങ്ങനെ എഴുതാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 56. താഴെ തന്നിരിക്കുന്നതിൽ ഒരു സംഖ്യ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ്. ഏതാണ് ആ സംഖ്യ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 483. എ എന്ന സ്ഥലത്ത് നിന്നും അപ്പു 60 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം
വലതുവശത്തേക്ക് തിരിഞ്ഞ് 80 മീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയും ബിയും തമ്മിലുള്ള കുറഞ്ഞ അകലം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 100 മീറ്റർ. 3 കിലോഗ്രാം അരിയുടെ വില 81.75 രൂപയാണെങ്കിൽ 7 കിലോഗ്രാം അരിയുടെ വില എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 190.75 രൂപ. ബി എയുടെ സഹോദരനാണ്, സിയുടെ മകനാണ് ഡി, ബിയുടെ അമ്മയാണ് ഇ, ബിയും ഡിയും സഹോദരന്മാരാണ് എങ്കിൽ ഇയുടെ ആരാണ് സി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഭർത്താവ്. 8% വാർഷിക നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 200 രൂപയാണ്. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം, 208. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.